പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ അയോധ്യ ഉത്സവ ലഹരിയിലാണ്. രാമക്ഷേത്രവും പരിസര പ്രദേശങ്ങളും പുഷ്പങ്ങളും ദീപവും കൊണ്ട് അലങ്കരിച്ചു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ചിത്രങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടു. ബി ബാലഗോപാലുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. അവിടെ മുഴുവൻ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് എന്നറിയാം. സുരക്ഷാ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്, പൂർണ്ണമാണ്. നാളത്തെ ചടങ്ങുകളുടെ പ്രത്യേക ഒരുക്കങ്ങളായി എന്തെങ്കിലും ഉണ്ടോ അവിടെ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് മോത്തി. ഭക്തി സാന്ദ്രമാണ് അയോധ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള ജനക്കൂട്ടമായിരുന്നു അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക്, അതിൻ്റെ പ്രവേശന കവാടത്തിലേക്കാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പുഷ്പങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടവും അതിനുശേഷമുള്ള അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളുമൊക്കെ ഈ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഈ രാമക്ഷേത്രത്തിൻ്റെ ഇതുവരെ പണി പൂർത്തിയായ പ്രദേശങ്ങളിലെല്ലാം തന്നെ പുഷ്പങ്ങളും ദീപങ്ങളും കൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഇന്നലെ തന്നെ അവസാനിച്ചിരുന്നു. അതിമനോഹരമായ ദൃശ്യങ്ങൾ, ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ഇന്നലെ രാമജന്മഭൂമി ട്രസ്റ്റ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് ഇതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇന്നലെയാണ് ആദ്യമായി ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അയോധ്യ ക്ഷേത്രത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഏതാണ്ട് പുഷ്പാലങ്കൃതമാണ്. അതുപോലെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കാര്യമായ തിരക്ക് ഇവിടെ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും തദ്ദേശവാസികളൊക്കെ ആയ ആൾക്കാരൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നാളത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് ദക്ഷിണേന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നാളെ മാത്രമേ അയോധ്യയിൽ ഇപ്പോൾ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 10:25 അദ്ദേഹം അയോധ്യയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിമാനം